വീടിന്റെ തൊട്ടടുത്തന്നെയല്ലേ വീട്, എന്നിട്ട് അവനോട് ഇങ്ങനെ പണത്തിന്റെ ബാധ്യതകൾ തീർന്ന അയ്യോ നല്ല ഫീഡ്ബാക്കായിരുന്നാലും ഞാൻ വിചാരിച്ചത് നമുക്കിപ്പോ ചാനൽസ് കൂടെയുള്ള ചാനലൊക്കെ ഏകദേശം കോളേജും ഒക്കെ കഴിഞ്ഞ് PhD എടുത്ത ചാനൽസ് അവിടെ മൊത്തം. मैंने सोचा मेरा पीछे आप है, इसलिए मैंने बोला हुक डालो। उस समय ये बेशर्मीन आदमी ने हुक डाल दिया. ഗുരുവായൂർ കുളിച്ചു തൊടാനുള്ള വിനോദം കൊണ്ടാ ഞങ്ങൾ പുറപ്പെട്ടത്. ആ കേശവനായരുടെ കൂടെ അതുപോലെ നടന്നിട്ടില്ല. പകരം ഗുരുവായൂരപ്പ തന്ന നിധിയാതെന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ. ആര്യയുടെ ചവിട്ടിൽ മാത്രമല്ല, നിന്റെ അമ്മയുടെ ചവിട്ടിൽ വെക്കണ പറ്റി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മില്ലാത്തൊരു കൊച്ചിന്റെ കല്യാണം ഇവിടെ പന്തല്ല ആര്യതല്ല അമ്പാരി മെഡിക്കറ്റ് ഓക്കെ. വിമൽ സാറ് നല്ല മനസ്സാണെന്നും വിമൽ സാറിനെ കുറെ പൈസയൊക്കെ ഉണ്ടെന്നും വിമൽ സാറ് നന്നായി ഓടും ചാടും, നന്നായി പാട്ട് പാടും. പാട്ട് വേണ്ടല്ലേ? അപ്പൊ കാശുമില്ല സ്നേഹവും ഇല്ല. വേറൊരുത്തന്റെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നല്ലേ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് നീ കല്ല് കൊണ്ടിട്ട് വല്ല കാര്യം കൊണ്ടാ എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്റെ നേരമ്മാമ എന്റെ മുമ്പിൽ നിൽക്കണം. എല്ലാം എനിക്ക് ചൊല്ലിത്തരാൻ. എന്റെ അമ്മാവന്റെ മകൻ ജയിക്കണം, ഞാൻ തോൽക്കണം. എൻ്റെ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മരുമകളുടെ നിലയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും പരീക്ഷയെടുത്തതാണ് ഈ പുസ്തകം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരവും പണികിലുണ്ട്. എൻ്റെ നായിക ശാരദയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും. ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ? ഇപ്പഴല്ല, അതവിടെ എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില് പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ചു വെക്കുന്നോണ്ടാണല്ലോ എന്റെ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ അത് ഒളിപ്പിക്കുമ്പോ നിനക്കറിയാമല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ, എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചു.